കണ്ണിന് കാണാത്തതൊക്കെ, അതെ ഒത്തിരി നാളായി കാണാത്ത, ഒരുപാട് നോക്കിയിട്ട് കാണാത്ത അതൊക്കെ ഇന്ന് പ്രാർത്ഥനയിൽ പൊങ്ങി വരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സാധ്യമായി തീരുവാൻ, പ്രിയരെ, സത്യസന്ധമായി പറയട്ടെ, നിങ്ങൾക്കൊപ്പം ചിലവഴിക്കുന്ന ഈ അല്പസമയങ്ങൾക്ക് വേണ്ടി ദൈവസേനയിൽ ചിലവഴിക്കുന്ന മണിക്കൂറുകളുണ്ട് കേട്ടോ. മണിക്കൂറുകളുടെ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ചിലവഴിക്കുന്ന ഈ അല്പസമയവും നിങ്ങൾ കേൾക്കുന്ന ദൈവിക ആലോചനയും ആ ആലോചനയെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനവും. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ കാര്യമാണ്, ആ പ്രവചന ദൂതാണ് സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വച്ചതും. ആമേൻ. ആവശ്യമാണ്, പക്ഷേ കൺമുമ്പിലില്ല, കാണാൻ പറ്റുന്നില്ല. പക്ഷേ അറിയാം എവിടെയൊക്കെ ഉണ്ട്, പക്ഷേ ഇല്ല. എവിടെയൊക്കെ ഉണ്ട്, പക്ഷേ കൺമുമ്പിലില്ല, കാണാനില്ല. അത് വല്ലാത്തൊരവസ്ഥയാണ്. അത് ഇല്ലെങ്കിൽ, അത് കിട്ടിയില്ലെങ്കിൽ, ആ ജോലി കിട്ടിയില്ലെങ്കിൽ, കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടായില്ലെങ്കിൽ, മക്കളുടെ ലൈഫിനൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ, ഇന്നത്തെ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് പ്രാപിക്കുവാൻ ചിലത് കിട്ടിയില്ലെങ്കിൽ, അങ്ങനെ കിട്ടണം, വേണം, പക്ഷേ കൺമുമ്പിലില്ല. എവിടെയൊക്കെയോ കാണും. കാരണം നമ്മൾ അത്ര പാവികളൊന്നുമില്ലല്ലോ, ദൈവം പറഞ്ഞിട്ട് ഇറങ്ങിയതല്ലേ. അപ്പോൾ നോക്കിയേ, വാക്യത്തിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. സംഖ്യാപുസ്തകം 21 അധ്യായം 17 വാക്യം. അവിടെ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, കിണർ അത് തന്നെ. ആ സമയത്ത് ഇസ്രായേൽ, കിണറേ പൊങ്ങി വാ, അതിന് പാടുവിൻ. കിണറേ പൊങ്ങി വാ. അവിടെ കിണറുണ്ട്, പക്ഷേ കാണാനില്ല. അപ്പോൾ അവർ പാടുകയാണ്, കിണറേ പൊങ്ങി വാ. അഥവാ അവർ പ്രാർത്ഥിക്കുകയാണ്. അവരൊരു യാത്രയിലാണ്. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ പ്രാർത്ഥന കൂടെ ഇല്ലെന്നോ ദൈവം കൂടെ ഇല്ലെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. അവർ ദൈവിക ആലോചന കേട്ട് ദൈവിക പദ്ധതിയിലൂടെ നടക്കുകയാണ്. ശരിയാണ്, നീ ഇറങ്ങിത്തിരിച്ചതൊന്നും നിൻ്റെ ഇഷ്ടത്തിനല്ല, കർത്താവിൻ്റെ വാക്ക് കേട്ട് നീ ഇറങ്ങിത്തിരിച്ചതാണ്, പ്രാർത്ഥിച്ച് ഇറങ്ങിത്തിരിച്ചതാണ്, വാഗ്ദത്തത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതാണ്. ഇന്ന് പലരും പറയുന്നത് പോലെ നിൻ്റെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പമോ നിൻ്റെ അതിമതമോ നിൻ്റെ എടുത്തുചാട്ടമോ ഒന്നുമല്ല. നീ വ്യക്തമായി മനസ്സിലാക്കി ആലോചിച്ച് ഉറപ്പിച്ചിറങ്ങിയ വഴി തന്നെയാണ്. പക്ഷേ മുൻപോട്ട് പോകാൻ വേണ്ടതില്ല. പക്ഷെ നിനക്കറിയാം, ആർക്ക് പറഞ്ഞു കൊടുക്കലും നിനക്കറിയാം ഈ വഴിയിലുണ്ട്, എനിക്ക് വേണ്ടതുണ്ട്. കാരണം ഞാൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയവനാണ്. ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയ സ്ഥാപനമാണ്, ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയ ബിസിനസ്സാണ്. അത് എന്നെ ബാധ്യതക്കാരനാക്കി എന്നെ നശിപ്പിക്കത്തില്ല. ഞാൻ പ്രാർത്ഥനയോടെ തുടങ്ങിയ എൻ്റെ കുടുംബജീവിതമാണ്. ഞാൻ പ്രാർത്ഥന മുറിക്കകത്ത് ഒരുപാട് കരഞ്ഞ് എൻ്റെ കൊതി എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ പങ്കുവെച്ച് എനിക്ക് തന്ന ജീവിതം അത് അങ്ങുഞ്ഞു വെത്താതെ പോകാൻ അനുവദിക്കത്തില്ല. പക്ഷേ കാണുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്ന ആ സന്തോഷം എനിക്ക് കിട്ടുന്നില്ല. അതുള്ളതാണ്, പക്ഷേ അത് നശിക്കത്തില്ല. അവർ പറയുന്നത് പോലെ നശിക്കത്തില്ല. നിനക്കിപ്പോഴും ആ ഒരു ഉറപ്പുണ്ട്. അങ്ങനെയൊന്നും എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല. പറയുന്നൊക്കെ ഉണ്ട്, ശരി തന്നെ, ഉപേക്ഷിക്കത്തില്ല, പക്ഷെ കാണാനില്ല. എൻ്റെ ഭർത്താവിന് എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ പുറമേ കാണാനില്ല. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലാവും, പക്ഷേ പുറമേ മക്കൾ അവർ നല്ലവണ്ണം പഠിക്കുന്നുണ്ട്, നല്ലവണ്ണം ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർ അവർ എന്നെപ്പോലെ ആഗ്രഹിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് തന്നെ ഇറങ്ങുന്നത്. ഇന്ന് സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, പക്ഷേ പോകുന്ന പോക്ക് വേറെ ഇങ്ങോട്ടൊക്കെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തീരുമാനിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇന്ന് ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ എൻ്റെ ഭാര്യയുടെ അടുക്കൽ മക്കളുടെ അടുക്കൽ മടങ്ങി വരും. പക്ഷെ വരുന്നത് ചിരിയും ഇല്ല, കളിയും ഇല്ല, 4 കാലില്ല, ബോധമില്ലാതെ. ഇപ്രാവശ്യം മുതൽ ശമ്പളം കിട്ടുമ്പോൾ മാറ്റി വയ്ക്കാൻ പറ്റും, പക്ഷേ അവസാനമാകുമ്പോഴത്തേക്ക് കടം വാങ്ങേണ്ട അവസ്ഥയാണ്. ഇനി ജോലി സ്ഥലത്ത് നിന്ന് ഓടിച്ചു വിടുന്ന അവസ്ഥ ഉണ്ട്. മീൻസ് കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്. അമ്മേൻ, നമ്മൾ ഇറങ്ങിത്തിരിച്ചത് വെറും കൈയോടെ, ശരിയാണ്, വെറും കൈയോടെ ഇറങ്ങിത്തിരിച്ചു, പക്ഷേ അത് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവം പറഞ്ഞ സ്ഥാനത്തേക്ക് ഇറങ്ങിത്തിരിച്ച്. ജനം ഇറങ്ങിത്തിരിച്ചത് വാഗ്ദത്തത്തിലേക്കാണ്. വഴിയാത്ര കഠിനമായി, വെള്ളമില്ല, പക്ഷേ ജനത്തിന് ഉറപ്പുണ്ട്, ദൈവം കൈവിടത്തില്ല. അപ്പോൾ അവരോടായി നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതാണ് ആ പ്രസ്തുത ഭാഗം. 21:16 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി, യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക,
ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഒരു കൂട്ടായ്മ, രണ്ട് വാഗ്ദത്തം. എവിടെ കൂട്ടായ്മയുണ്ടോ അവിടെ വാഗ്ദത്തമുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കും, പാസ്റ്റർ ഈ കാലഘട്ടത്തിൽ അത് പാടാണ്. ശരിയാണ്, ആമേൻ. അങ്ങനെ മനസ്സിലാക്കുകയും പരസ്പരം ചേർത്ത് നിർത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന കൂട്ടായ്മയില്ല. പ്രിയരെ, കാലം മാറി വരുന്നതിനനുസരിച്ച് ആത്മീയ ഗോളവും ഫിസിക്കൽ അപ്പിയറൻസിന് കീഴ്പ്പെടുന്ന ലോകമായി മാറിയിരിക്കുന്നു. പൊക്കവും വണ്ണവും രൂപവും നോക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടമായി മാറിയിരിക്കുന്നു. പക്ഷേ വചനം പറയുന്നു, ഇസ്രായേലിനൊരു രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ ശമൂവേൽ എന്ന പ്രവാചകനെ അയക്കുമ്പോൾ ദൈവം പറയുന്ന ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നീ പൊക്കവും വണ്ണവും മുഖവും നീളവും ഒന്നും നോക്കരുത്, ഞാൻ അവൻ്റെ ഹൃദയത്തെ കണ്ടിരിക്കുന്നു. ദാവീദിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഹൃദയത്തെ നോക്കുന്ന ദൈവത്തിന് ശരീരത്തെ നോക്കുന്ന ശുശ്രൂഷകന്മാരെ കൊണ്ട് നിറഞ്ഞു. വല്ലാത്ത പാടാം. അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ നടക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പോകുന്നു. കൂട്ടായ്മയാണ് ആവശ്യം. നിനക്ക് ഒരുമിച്ച് നിൽക്കുവാൻ, ദൈവസേനയിൽ ഒരു കൂട്ടായ്മയെ ഒരുമിച്ച് നിൽക്കുവാൻ എന്ത് ആവശ്യമാണോ അതുമായിട്ട് നീ മുൻപോട്ട് പോകും. ആമേൻ. ഷബാറി തലമാശേഖരെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഔവിധത്തിൽ ദൈവസന്നിധിയിൽ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ നിങ്ങളായിരിക്കുന്നു. അതേ പ്രൈസ് ചർച്ചിനൊപ്പം, പ്രൈസ് ചർച്ച് ഫാമിലി, പ്രൈസ് ചർച്ച് കുടുംബത്തിലെ അംഗങ്ങളായി നിങ്ങളായിരിക്കുന്നു. കൂട്ടായ്മ ഉണ്ടെങ്കിൽ അടുത്ത ദൈവശബ്ദം കേൾക്കുവാൻ പോവുകയാണ്. നിങ്ങൾ യാത്ര തുടങ്ങിയ സമയത്ത് ദൈവം പറഞ്ഞിരുന്ന ആ വാഗ്ദത്തം, അതെ, അത് നിറവേറുവാൻ പോവുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ അവസ്ഥയെ മാറ്റുന്ന, നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന വിടുതലുണ്ട്, ദൈവപ്രവൃത്തിയുണ്ട്. വിശ്വസിക്കുവാൻ തയ്യാറാണോ? ആമേൻ. യെസ്, നീ ആ ലക്ഷ്യത്തിലെത്തിച്ചേരും. നീ എന്താഗ്രഹിച്ചാണോ, എന്ത് സ്വപ്നം കണ്ടാണോ ആ ജോലിക്ക് പോയി കയറിയത്, നീ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നിൻ്റെ ജീവിതത്തിലുണ്ടാകും. അർത്ഥം, നീ ജോലി നഷ്ടപ്പെട്ടവനായി, നീ വെറും കൈയോടെ സഹോദരി നാട്ടിൽ മടങ്ങി വന്ന് ഇനിയും വല്ലവരുടെയും കുത്തുവാങ്ങി പരിഹാസവാക്ക് കേട്ട് ഇരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആമേൻ. അപ്പോൾ കൂട്ടായ്മയിൽ ദൈവിക വാഗ്ദത്തം പ്രാർത്ഥിച്ചു തുടങ്ങ്. ഉണ്ട്, കിണറേ പൊങ്ങി വാ, കൺമുമ്പിലില്ല. പക്ഷെ ഭക്തനറിയാം, കേട്ടത് വാഗ്ദത്തമാണ്, വിളിച്ചത് ദൈവമാണ്, കൂട്ടായ്മയിലാണ്, നിശ്ചയമായും പൊങ്ങി വരും. നിൻ്റെ കണ്ണ് കാണാത്ത സാമ്പത്തിക വഴികളെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. ഷബാറിതല, നിൻ്റെ അവസ്ഥയെ മാറ്റുവാൻ, കടഭാരത്തെ മാറ്റുവാൻ, ഇന്നത്തെ ഇല്ലായ്മയെ മാറ്റുവാൻ തക്കവണ്ണം നിൻ്റെ കണ്ണിന് കാണുവാൻ കഴിയാത്ത നന്മകളെ എൻ്റെ ദൈവം പൊക്കിക്കൊണ്ടുവരിക. റാദാലമാഷകനെ, നിൻ്റെ തലമുറകളുടെ ലൈഫിനെ മാറ്റുവാൻ, അവരുടെ ജീവിതത്തെ മാറ്റുവാൻ. അതേ, കണ്ടും കാണുവാത്ത, കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കാണാത്ത ഉദരഫലത്തെ എൻ്റെ കർത്താവ് തരുവാൻ പോകും. യേശുവിൻ നാമത്തിൽ അവരുടെ ഭാവി ജീവിതത്തെ, നീ സ്വപ്നം കാണുന്ന, നീ പ്രതീക്ഷിക്കുന്ന, നീ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഭാവിയെ എൻ്റെ കർത്താവ് തരുവാൻ പോകുക. ആ ബിസിനസ്സിനൊരു ഭാവിയുണ്ട്, ഒരു ഫ്യൂച്ചറുണ്ട്. ഷബാറിത, നിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു ഫ്യൂച്ചറുണ്ട്. അതങ്ങനെ അവിടെ നശിച്ചു പോകത്തില്ല. നിൻ്റെ കുടുംബ ജീവിതത്തിൽ ഒരു ഫ്യൂച്ചറുണ്ട്. റാത്തലമാശകനെ. അപ്പം നോക്കൂ, ആ വാഗ്ദത്തത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. 21:18 പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ടുകൾ കൊണ്ടും കുത്തിയ കിണർ. ശ്രേഷ്ഠന്മാർക്ക് ദൈവം നൽകിയ അധികാരികളാൽ, ദൈവം നൽകിയ അധികാരത്താൽ കുഴിച്ച കിണറുകൾ. ദൈവം തിരഞ്ഞെടുത്ത് അധികാരം നൽകിയവരാൽ ഒരുക്കപ്പെട്ടത്. ദൂത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അർത്ഥം, ദൈവത്താൽ ഒരുക്കപ്പെട്ടത് നീ ഈ ദിവസങ്ങളിൽ പ്രാപിക്കുവാൻ പോകുന്നു. നിന്റെ ലൈഫ് മാറുവാൻ പോകുന്നു. റെഡിയാണോ? കൂട്ടായ്മയിൽ ഒപ്പമായിരിക്കുവാൻ, ആ ദൈവശബ്ദം കേൾക്കുവാൻ ഒരുമിച്ച് നിന്നു. പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ നിങ്ങളത് പ്രാപിക്കും. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ, പ്രാപിക്കേണ്ടത് പ്രാപിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. എങ്ങനെയെന്നോ കോൺടാക്റ്റ് ചെയ്യ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും ദൈവവചനത്തിനൊപ്പം പ്രാർത്ഥനയോടെ സഞ്ചരിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര, യേശുവിലൂടെ യേശുവിങ്കിലേക്കുന്ന വചന പരമ്പരയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും. പ്രാർത്ഥനയും വചനധ്യാനവുമായി നമ്മൾ മുൻപോട്ട് പോകും. വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് വചന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയും സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. ബ്ലെസ്സിംഗ് ആണ്. ജോയിൻ ചെയ്ത് നോക്കും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളാണ് കേട്ടോ. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്താൽ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ അറിയും.
ആമേൻ. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്നു. ബ്ലെസ്സിങ് ആയിരിക്കും. ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ കാട്ടാക്കടയ്ക്ക് സമീപം നമ്മളൊരു പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൊറ്റമ്പള്ളി അമ്പലത്തിന് കാലാഭാഗത്ത് കർത്താവിൻ്റെ വേലയിൽ കൈത്താങ്ങുവാൻ, കർത്താവിൻ്റെ വേലയിൽ ഒരുമിച്ചായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആലയത്തിൻ്റെ പില്ലറുകളായി പണിയപ്പെടുവാൻ, ദൈവമഹത്വം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വന്നോ, കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, കേൾപ്പിച്ച ആലോചനകളാൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ഉയരുന്നതും ഇവരുടെ ലൈഫ് മാറുന്നതുമായ അത്ഭുതം സംഭവിക്കട്ടെ. ആഴത്തിലുള്ളതൊക്കെ പൊങ്ങി പുറത്തു വരട്ടെ. ഇവരുടെ ലൈഫ് മാറ്റുന്ന, ഇവരുടെ ഇന്നത്തെ അവസ്ഥ മാറ്റുന്ന, കണ്ണുനീരിനും അലച്ചിലിനും നിരാശയ്ക്കും അറുതി വരുത്തുന്നത് പൊങ്ങി വരട്ടെ. നന്മകൾ പൊങ്ങി വരട്ടെ. മറഞ്ഞിരിക്കുന്ന സമ്പത്ത് പൊങ്ങി വരട്ടെ. മറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ പൊങ്ങി വരട്ടെ. മറഞ്ഞിരിക്കുന്ന സൗഖ്യം പൊങ്ങി വരട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഷെഖനെ മറഞ്ഞിരിക്കുന്ന വഴികൾ തുറന്നു വരട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി വഴികൾ തുറന്നു വരട്ടെ. സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടട്ടെ. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കുവാൻ വേണ്ടത് കരങ്ങൾ നൽകിയാട്ടെ. ലോൺ അടയ്ക്കുവാൻ, വസ്തുക്കളുടെ രജിസ്ട്രേഷന് വേണ്ട നന്മകൾ കരങ്ങളിൽ നൽകി മാനിക്കണമേ. വിദേശങ്ങൾ കടന്നു പോകാനുള്ള നന്മകൾ ഇവരുടെ കരങ്ങളിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ബാധ്യതകളിൽ നിന്ന് പുറത്തു വരുവാനുള്ളത് കരങ്ങൾ നൽകി മാനിക്കണമേ. എല്ലാ ബാധ്യതകളും, പലിശക്കടങ്ങളും, ജപ്തി നടപടികളും നസ്രായനായ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസ മേഖലയിൽ അവർ ഫലം കായ്ക്കട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഉത്തരഫലങ്ങൾ ജനിക്കട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. കുടുംബ കോടതികൾ കയറി ഇറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ. നിന്നയും നിരാശയും തലകുനിയൻ്റെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹമായി തീരും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേരാം. നിത്യതയെന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. എന്നാൽ പിന്നെ നാളെ ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതൊരിക്കൽ പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.